عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا. ഏറെ ബഹുമാനമേറിയ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലിബറലിസം സർവനാശം എന്ന വിഷയത്തെക്കുറിച്ചാണ്. കോടാനുകോടി വർഷങ്ങൾ താണ്ടി സഞ്ചരിച്ചാലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര വിശാലമേറിയ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന, അതിലഭിമാനം കൊള്ളുന്ന, ഇത്തിരിപ്പോന്ന കുറെ മനുഷ്യരുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം മനുഷ്യർ സാമൂഹികവുമായി പരിണാമത്തിനിടെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് കുടിയേറിപ്പാർത്തവർ, നിരക്ഷരും മൃഗതുല്യരുമായിരുന്ന അന്നത്തെ ജനതയെ നിയന്ത്രിക്കാനുള്ള തന്ത്രമാണ് മതം. എന്നാൽ കാലം കടന്നുപോയി, സമൂഹം പുരോഗമിച്ചു, മനുഷ്യർ സ്വതന്ത്രരായി. ഇനിയും എന്തിന് മതത്തിന്റെ ഹൂന്നുവടികൾ നാം കൊണ്ടു നടക്കണം? അല്ലെങ്കിലും ഈ ആധുനിക ലോകത്തെ മതത്തിന്റെ പ്രാധാന്യം എന്താണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ. നാം തലയിൽ തട്ടമിടുമ്പോൾ നമുക്ക് ചുറ്റും എത്ര എത്ര ചീവീടുകളാണ് പലതരം വെറൈറ്റി നിലക്കാതെ ചിലച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ആഘോഷങ്ങളിൽ പരസ്പരം വർണ്ണങ്ങൾ വാരി വിതറി ചുറ്റുമുള്ളവർ ആഘോഷത്തിമർപ്പിൽ ആറാടുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുന്ന നമ്മളെ കണ്ട് അവർ പലതും കളിയാക്കി ചോദിക്കാറുണ്ട്. അവിടെയെല്ലാം നമ്മൾക്ക് പറയാൻ സാധിക്കണം, ഇസ്ലാം എന്റെ മതമാണെന്ന്. അല്ലെങ്കിൽ അത് പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുമല്ലേ തട്ടമൊന്ന് കുറച്ച് കയറ്റി വെച്ച് അവരോടൊപ്പം ആടിപ്പാടി രസിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതാണ് ലിബറലിസം. ലിബറലിസം ഒരിക്കലും നമ്മൾക്ക് കൈത്തരില്ല. കർണാടകയിൽ ഹിജാബ് വിഷയം ഉണ്ടായപ്പോൾ അന്നത്തെ സംഘപരിവാർ എന്താണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, നാളെ മുതൽ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ തട്ടം ധരിച്ചു കൊണ്ട് വന്നു പോകരുത്. അഥവാ നിങ്ങൾ തട്ടം ധരിച്ചു കൊണ്ടാൽ നിങ്ങളെ ക്ലാസ്സിൽ പോലും കയറ്റില്ല എന്നായിരുന്നു. സുഹൃത്തുക്കളെ, ലിബറലിസം ഇത് പറയുമോ? ലിബറലിസം പറയും, തട്ടം ധരിക്കുന്നത് നിങ്ങളുടെ ചോയ്സ് അല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾ ധരിച്ചുകൊള്ളൂ, വേണ്ടെങ്കിൽ ധരിക്കണ്ട എന്നാണ് അവർ പറയുക. അഥവാ നമ്മളറിയാതെ നമ്മുടെ ബുദ്ധിയും ചിന്തയും അതിന് വില കൊടുക്കും. ഇൻസ്റ്റാഗ്രാം റീലിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും എന്തിനേറെ പറയണം, ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകത്തിലൂടെ പോലും ഇന്ന് ലിബറലിസം കടന്നു വരികയാണ്. നോക്കൂ, ജീവിതം ഒന്നേയുള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾക്ക് കാസ്റ്റടിക്കും. അവർ അവകാശത്തെ പറ്റി വാക്തറിയാതെ നമ്മോട് സംസാരിക്കും. അവർ സമത്വസുന്ദര ലോകത്തെ കാവ്യാത്മകമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. സുഹൃത്തുക്കളെ, അവകാശവും സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയല്ലേ? തീർച്ചയായും. അപ്പോൾ എവിടെയാണ് സുഹൃത്തുക്കളെ ലിബറലിസവും ഇസ്ലാമും വേർപിരിയുന്നത്? അവിടെയാണ് വിഷയത്തിന്റെ ധർമ്മം. അഥവാ ആരാണിവിടെ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും അവകാശത്തിന്റെയും എല്ലാം അതിർത്തി തീരുമാനിക്കുക? ലജ്ജയില്ലാതെ അല്പവസ്ത്രം ധരിക്കുന്നത് തെറ്റാണെന്ന് നാം പറയുമ്പോൾ അവർക്കത് സദാചാരമാണ്. എന്നാൽ വസ്ത്രമേ ധരിക്കാതെ ഒരാൾ വന്നാൽ ഇവരും സദാചാരവാദികളാകുന്നത് നമ്മൾക്ക് കാണാം. പരസ്പരം സമ്മതമുണ്ടെങ്കിൽ ആരുടെയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നതിനെ നാം എതിർക്കുമ്പോ അവർക്ക് നാം 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറാത്തവരാണ്. എന്നാൽ സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ പോലും കാമക്കണ്ണോടെ നോക്കുന്നവർ ഇവരുടെ കൂട്ടത്തിൽ നിന്നും വരുമ്പോൾ ഇവരും 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറും. ചുരുക്കത്തിൽ വൈവിധ്യങ്ങളുടെ കലവറയാണ് ലിബറലിസം. LGBT വൃത്തികേടുകൾ സമൂഹത്തിൽ പരത്തുന്ന ഈ പുത്തനാശയം നമ്മുടെ നാട്ടിൽ നാശം വിതക്കുമെന്നത് തീർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവാം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപന്തിയിലുള്ള അതേ രാജ്യം തന്നെ ആത്മഹത്യയിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പുരുഷന്റെ പൗരുഷവും സ്ത്രീയുടെ സ്ത്രീത്വവും ചോദ്യം ചെയ്ത ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലാക്കുന്ന വെണ്മയാർന്ന ചുമരിലെ ചിതലായ ലിബറലിസത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾക്ക്
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.